ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ. പിണറായി വിജയനെ കൊണ്ട് പറയിപ്പിക്കും. ആ ഡീൽ രാഷ്ട്രീയത്തിന്, ആ ഡീലിന്റെ ഏറ്റവും വലിയ ദല്ലാളായി ഡീലറായി ആ ഡീലർഷിപ്പിന് പാലക്കാട് ജയിക്കാൻ സംബന്ധിച്ചു എന്താ സംശയം? ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് കെ സുരേന്ദ്രനല്ലേ? ആ കെ സുരേന്ദ്രനല്ലേ ബിജെപിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഒരു പരാജയത്തിന്റെ സമയത്തും അക്കൗണ്ടബിൾ ആയിട്ടില്ല. അക്കൗണ്ടബിൾ ആവണം എന്നാണ് ഒരു സാധാരണ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷേ ഇവിടെ ഒരു ഒട്ടും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ലീഡർഷിപ്പാണ് ബിജെപിയുടെ സംസ്ഥാനത്തുള്ളത്. അവർക്ക് പണം മതി, കേന്ദ്രം നയിക്കുന്ന പണം മതി. ആ പണം അടിച്ചെടുക്കാൻ മാത്രമുള്ള കുറെ നേതാക്കന്മാർ അവിടെ ഇരിക്കുന്നു. കേരളത്തിലെ ബിജെപിയുടെ പ്രവർത്തകരെ പോലും ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ആ മാരാർജി ഭവനിലിരിക്കുന്ന ആളുകൾ അവരൊക്കെ ഇതിന് ഉത്തരവാദികളാണ്. അവരൊക്കെ മറുപടി പറയേണ്ടി വരും. പക്ഷെ ഇനി എന്തായാലും ഞാനൊരു ചൂരലെടുത്തിട്ട് മാരാർജി ഭവന്റെ ചുറ്റും നടക്കാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ കല്യാണം നന്നാവില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പണിയില്ല. ഞാനിപ്പോ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. എന്റെ പൊളിറ്റിക്സ് കോൺഗ്രസ്. ഈ വിജയം ഇത് UDFന്റെ നേതൃത്വത്തിന്റെ വിജയമാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അത്യധ്വാനത്തിന്റെ, മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികളായ പ്രവർത്തനം നടത്തിയിട്ടുള്ള അത്യധ്വാനത്തിന്റെ, യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും UDFിലെ മുഴുവൻ ഘടകകക്ഷികളുടെയും പ്രവർത്തനം നടത്തിയിട്ടുള്ള അത്യധ്വാനത്തിന്റെ വിലയാണ്. ഒരു സംശയവും വേണ്ട. പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിൽ ആദ്യമായി BJP അധികാരത്തിൽ വന്ന മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിലാണ് ചരിത്ര ഭൂരിപക്ഷം UDFിന് കിട്ടിയത്. ഈ വർഗീയതയുടെ വിഷമത്ത് എവിടെയാണോ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത് അവിടെ തന്നെ അവസാനിച്ചിരിക്കുന്നത്. എന്താ സംശയം? സന്ദീപ് വാര്യർ ഒന്നുമല്ല. സന്ദീപ് വാര്യർ ജീള് കേസാണ്. സന്ദീപ് വാര്യർ എന്താ പറയാ, പ്രാദേശിക നേതാവെന്നൊക്കെ പറഞ്ഞത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ഞാൻ കേവലം ഒരു പ്രാദേശിക നേതാവാണ്. എന്നെ ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ വിളിച്ചാൽ കിട്ടുന്ന ജനങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള പ്രാദേശിക നേതാവ് ഞാൻ. ഹെലികോപ്റ്റർ നേതാവല്ല ഞാൻ. സുരേന്ദ്രനെ പോലെ ഹെലികോപ്റ്റർ നേതാവ്
വരും. നിങ്ങൾ ബാക്കിൽ പോട്ടെ.